എല്ലാവർക്കും അമ്മാസ് രുചികളിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു വെജിറ്റേറിയൻ ഡിഷാണ് പനീർ ബട്ടർ മസാലയാണ്. എല്ലാവരും ചിക്കനും ബീഫും മട്ടനും ഒക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ, ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച്. അപ്പോൾ അതാ ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കാണുന്ന പോലെ ഒന്നും ഭയങ്കര കഷ്ടപ്പാടൊന്നുമില്ല, വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇന്ന് കാണിക്കുന്നത്. അതാണ് പനീർ ബട്ടർ മസാല. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ല് കേട്ടോ. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിൽ 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യുമാണ്, ബട്ടർ കേട്ടോ, ബട്ടറുമാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു വലിയ സവാള, 1.5 സവാളയുണ്ട്, ഒരു 1.5 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 വലിയ സവാള മുഴുവൻ എടുത്തിട്ടില്ല, 1.5 സവാള എടുത്തിട്ടുള്ളൂ. ചെറിയ സവാള, മീഡിയം സവാളയാണെങ്കിൽ 2 മുഴുവനായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. ഇളക്കി കൊടുക്കണം നമ്മൾ. ഇതെല്ലാം അരച്ചെടുക്കാനാണ്, അതുകൊണ്ട് നമ്മൾ സൈസൊന്നും നോക്കേണ്ട കാര്യമില്ല. എങ്ങനെ ആയാലും അരിഞ്ഞിട്ടാൽ മതി. ചെറുതായിട്ടാണെങ്കിൽ ചെറുതായിട്ട്, വലുതായിട്ടാണെങ്കിൽ എങ്ങനെയായാലും അരിഞ്ഞാൽ മതി കേട്ടോ. നമുക്ക് അരച്ച് പേസ്റ്റാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. വേണമെങ്കിൽ ഈ സമയത്ത് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം, എരിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയാണ്. അതേപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒന്ന് നന്നായി ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതി. പിന്നെ നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം. അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്തു, ഇഞ്ചി അരിഞ്ഞതും ചേർത്തു. ഏകദേശം 2 ടേബിൾ സ്പൂൺ വീതമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിരിക്കുന്നത്. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയാണ് കേട്ടോ. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണിത്. പനീർ കറി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് സ്പൈസസ് ഒക്കെ ചേർക്കാം അല്ലേ. ആദ്യം ഗ്രാമ്പു ചേർത്തു, 3-4 ഗ്രാമ്പു മതിയാകും. ഇനി ഏലക്കയാണ്, 3-4 ഏലക്കയും ചേർത്തു. ഇത് 200 ഗ്രാം പനീറിൻ്റെ കണക്കാണ് ഈ പറയുന്നത് കേട്ടോ. പിന്നെ ഒരു കറുവപ്പട്ടയുടെ പീസും ഒന്ന് ഒടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് കുരുമുളക് ചേർക്കണം, ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും കുരുമുളക്. ഇനി കുറച്ച് പെരിഞ്ജീരകം കൂടെ ചേർക്കണം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂണൊക്കെ മതിയാവും. അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കണ്ടില്ലേ, നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണേ. തക്കാളി 2 തക്കാളി ചേർക്കണം, ചെറുതായിട്ട് അരിഞ്ഞതാണ്. എല്ലാം കൂടെ വഴറ്റിയിട്ട് നമുക്ക് അരച്ചെടുക്കേണ്ടതായതുകൊണ്ട് എങ്ങനെയായാലും കുഴപ്പമില്ല. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഒരു 3 മിനിറ്റെങ്കിലും വേവിക്കണം. അപ്പോൾ നല്ല തക്കാളിയും സവാളയും എല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അതിലേക്ക് ഞാനൊരു 8-10 കാഷ്യൂ നട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു റിച്ച് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊക്കെ ഓപ്ഷനിലാണ്. തക്കാളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയാണ് മെയിനായിട്ട്. പിന്നെ സ്പൈസസ് എല്ലാം ചേർക്കണം. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് കൂടെ വേവിച്ചോളൂ കേട്ടോ. നല്ലതായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റി എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ പേസ്റ്റ് എടുക്കണം. അപ്പോൾ അതാ കണ്ടില്ലേ, നന്നായിട്ട് വഴറ്റി ഞാനൊരു മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ അതേ പാനിൽ തന്നെ ഇതാ ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടെ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ടൊന്ന് പൊട്ടിക്കണം. ജീരകം പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 10 മിനിറ്റ് നേരത്തെ പണിയേ ഉള്ളൂ, പെട്ടെന്ന് റെഡിയായി വരുവേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ, ഇടിയപ്പത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതാണ് നല്ലതുപോലെ വഴറ്റണം കേട്ടോ. നന്നായി വഴറ്റിയതാണ്, സവോളയും തക്കാളിയൊക്കെ നന്നായി വഴറ്റിയതാണ്. എങ്കിലും ഒന്നുകൂടെ ഒന്ന് ഈ ബട്ടറിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. പിന്നെ നമ്മൾ ആ അരച്ച മിക്സി ഉണ്ടല്ലോ, അതൊന്ന് കഴുകി വെച്ചെങ്കിൽ നമുക്ക് വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ അത് കഴുകി നമുക്ക് ആ വെള്ളം അങ്ങ് ചേർത്താൽ മതി. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കണം. മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്.
എരിവൊക്കെ കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ചിട്ട് കൂടി ചേർക്കണം. സാധാരണ നമ്മൾ പനീർ കറിക്ക് ഒരുപാട് എരിവ് വരാറില്ല, കുറച്ച് മധുരം പോലെ വരാറുണ്ടല്ലേ. അപ്പം മധുരത്തിനുള്ള ഒരു സ്പെഷ്യൽ ചേരുവയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി 1 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർക്കണം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. പച്ചമണം ഒന്ന് മാറിയാൽ മതി. ഇനി കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തോളൂ കേട്ടോ. കുറച്ച് ഗരം മസാല ചേർക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ ഇതിലേക്ക് ജീരകപ്പൊടി ചേർക്കാം. ജീരകപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. അതേപോലെ ഈ ബട്ടർ മസാല, പനീർ ബട്ടർ മസാലയുടെ പൊടി മേടിക്കാൻ കിട്ടും. അതിൻ്റെ എന്താ പറയുക, മസാലപ്പൊടി മേടിക്കാൻ കിട്ടും. വേണമെങ്കിൽ അതും 1 ടീസ്പൂൺ ചേർത്താൽ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ കിട്ടും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇത് മതി നമുക്ക്. ഇതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. വളരെ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ടേസ്റ്റാണ് കിട്ടുക നമുക്ക്. അപ്പോൾ അതാ ഞാൻ ആ മിക്സി കഴുകിയ വെള്ളവും കൂടെ ചേർത്തു കേട്ടോ. എത്രയാണോ നിങ്ങൾക്ക് വെള്ളം ആവശ്യത്തിന് വേണ്ടത് അത്രയും വെള്ളം ചേർത്തോളൂ. എന്താണേലും ഇത് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും കുറുകി വരും. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്തോളൂ കേട്ടോ. ഞാൻ ഏകദേശം ഒരു 2 ഗ്ലാസോളം വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ടും കണ്ടില്ലേ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്തോളുക. ഒന്ന് തിളച്ച് വരുമ്പോൾ വേണം നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനായിട്ട്. ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ. ഇത് ഒരു 1/2 കപ്പ് വെള്ളത്തിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ. ക്രീമിന് പകരമാണ് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. എല്ലാവരുടെയും വീട്ടിൽ പാൽപ്പൊടി ഉണ്ടാവുമല്ലോ അല്ലേ. സാധാരണ പാൽപ്പൊടി ഏതിൻ്റെ ആയാലും കുഴപ്പമില്ല. പാൽപ്പൊടിയും കൂടെ വെള്ളം ഒന്ന് ചെറിയ ചൂടുണ്ടായിരിക്കണം എന്ന് മാത്രം. അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇതാ ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പോഴേ നമുക്ക് ആ പനീർ കറിക്ക് ആ ഒരു മധുരവും എരിവും എല്ലാം കൂടെ വരുള്ളൂ. എല്ലാ ടേസ്റ്റും കൂടെ ഒരുപോലെ വരുള്ളൂ. അതിനാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. 2 ടേബിൾ സ്പൂൺ പൊടിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അളവുകളെല്ലാം കൊടുത്തേക്കാം. പിന്നെ മല്ലിയില അരിഞ്ഞ് ചേർത്തു. മല്ലിയിലേക്ക് ആവശ്യത്തിന് ചേർത്തോളൂ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പം വേണം നമുക്ക് പനീർ ചേർക്കാൻ. ഞാൻ 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ് വാങ്ങിയിരിക്കുന്നത്. അതാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ പീസായിട്ട് ആക്കിയിട്ടാണ് കേട്ടോ. 200 ഗ്രാമിൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി. ചിലർ വറുത്തൊക്കെ ഇട്ട് കാണാറുണ്ട്. വറുത്തൊന്നും ഇടണമെന്നില്ല. ഇനി അങ്ങനെ നിർബന്ധമാണെങ്കിൽ വേണമെങ്കിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയിൽ വെള്ളവും കൂടെ തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് വെച്ചോളൂ കേട്ടോ. എന്നിട്ട് എടുത്താലും മതി. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞാനങ്ങ് ഇടാറാ പതിവ്. ചിലപ്പോൾ വറുത്ത് ചേർക്കും. വറുത്ത് ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ വേവ് കൂടുതലാണ്. അപ്പോൾ കുറച്ച് സമയം എടുക്കും വെന്ത് കിട്ടാനായിട്ട്, അത്രയേ ഉള്ളൂ. ഇതാകുമ്പോൾ പെട്ടെന്ന് ഒരു 2-3 മിനിറ്റ് കൊണ്ട് പനീർ വെന്ത് നല്ല റെഡിയായിട്ട് വരും. മാക്സിമം ഒരു 3-4 മിനിറ്റ് തിളപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പനീർ കറി റെഡിയായിട്ട് വരും. എല്ലാം ഒന്ന് ഇളക്കി നല്ലതുപോലെ ഇതാ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർക്കുന്നു. പനീർ ബട്ടർ മസാലയാണല്ലോ, അപ്പോൾ കുറച്ച് ബട്ടറും കൂടെ ചേർത്തു. അപ്പോൾ ദാ നമ്മുടെ പനീർ ബട്ടർ മസാല തയ്യാറായിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റുമാണ്. ചപ്പാത്തിയും പൂരിയും ഇടിയപ്പം അപ്പം അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.